ഒന്നാണ്. മിക്കവാറും ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് കംപ്ലൈന്റ് റേഷ്യോ വരുന്നുണ്ട്. നമ്മൾ പുതിയ ബാറ്ററി മാറിയിട്ട് കൊടുത്താലും അതല്ല കംപ്ലൈന്റ് ആയിട്ട് വരുന്ന ബാറ്ററിയൊക്കെ ബാറ്ററിയൊക്കെ ഇതുപോലെ പപ്പടം പോലെ പൊള്ളി വരുന്ന ഒരു അവസ്ഥയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉപയോഗത്തിന്റെ ആ ഒരു രീതി വെച്ചാൽ, കാരണം പഴയ ലാപ്ടോപ്പ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻബിൽറ്റ് ബാറ്ററി അല്ലായിരുന്നു, പുറത്തുകൂടെ നമുക്ക് ഊരുകയും ആ ബാറ്ററി. അപ്പൊ ഇപ്പം വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ അതേ ബാറ്ററി ടെക്നോളജി വരുന്നത് വെച്ചാൽ വലിപ്പം ഉണ്ടെന്ന് മാത്രം, അതേ ടെക്നോളജി തന്നെയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കുത്തിയിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ മൊബൈൽ ഫോൺ എങ്ങനെയാണ് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് കുത്തി കഴിഞ്ഞാൽ ബാറ്ററി ബൾജാവും, അതേപോലെ തന്നെ ലാപ്ടോപ്പും കണ്ടിന്യൂസ് ആയിട്ട് കുത്തിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ബൾജാവും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു ബാറ്ററി ഒരു 100% ആയിക്കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്യുക, അഡാപ്റ്റർ ഡിസ്കണക്ട് ചെയ്യുക. അഡാപ്റ്റർ നമുക്ക് നമ്മുടെ സൈഡിൽ ഡിസ്കണക്ട് ചെയ്ത് തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് അത് വീണ്ടും ചാർജ് കുറയുമ്പോൾ, അതായത് 15 അല്ലെങ്കിൽ 25% ഒക്കെ ആകുമ്പോൾ അത് കുറയുമ്പോൾ വീണ്ടും കണക്ട് ചെയ്യുക. മൊബൈൽ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ കണക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ നാള് ബാറ്ററിയുടെ ലൈഫ് നോക്കാൻ പറ്റും. പ്ലസ് ഇതുപോലെ പപ്പടം പോലെ പൊള്ളുന്ന ആ ഒരു പ്രക്രിയയിൽ നിന്ന് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിനെ സേവ് ചെയ്യാനും പറ്റും. താങ്ക് യു. ഇതുപോലുള്ള പുതിയ അറിവുകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുക. താങ്ക് യു.